രാവുകൾ പകലാകുന്ന കലാദിവസങ്ങൾ തിരുവനന്തപുരം അതിൽ ജീവിക്കുകയാണ്. നമ്മൾ ചുമ്മാ പറയുന്നതല്ല, വെറുതെ പറയുന്നതല്ല. പൂഴി വാഴിയിട്ടാൽ താഴെ വീഴില്ല. അമ്മാതിരി ജനത്തിരക്കാണ്, അമ്മാതിരി ആൾക്കൂട്ടം അല്ലെങ്കിൽ കലാപ്രേമികൾ ഇങ്ങോട്ടൊക്കെ ഒഴുകിയെത്തിയിരിക്കുകയാണ് നമ്മുടെ യുവ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാൻ. ഏറ്റവും കൂടുതൽ വരുന്ന പോയിന്റ് ഇതിൽ തൃശ്ശൂർ 925 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുണ്ടെങ്കിൽ 23 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. പാലക്കാട് 921 പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ്. 925 തൃശ്ശൂർ, 923 കണ്ണൂർ. എന്തും സംഭവിക്കാം. കട്ടക്ക് കട്ട ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം. പേരെന്തുവാ? പാട്ടൊക്കെ പാടൂ. പാടൂ. എന്നാ പാടം കൊണ്ട് ഒന്നും പാടൂ. പാടൂ. എന്താ സാധനം? ചെണ്ട കൊട്ടു. പിന്നെ ചെണ്ട കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ഏത് ഇവന്റ് ആയിരുന്നു? നാടൻ പാട്ട്. ഓക്കെ, വരാം. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുപാട് പേര് ഇവിടെ ഒരു മോണോ ആക്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയവൻ? ഒരു മോണോ ആക്ടുകാരൻ കാണാനില്ല. മോണോ ആക്ടുകാരൻ പോയി. ഒരു മോണോ ആക്ടുകാരൻ വന്നിട്ട് പഴയ മോണോ ആക്ടാണ് പ്രതിഭ എന്നൊക്കെ പറഞ്ഞത്. കാണുന്നില്ല. പോട്ടെ ചേട്ടാ, എവിടെ നേട്ടാ? തിരുവനന്തപുരത്തെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ? ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നാ? ഏതാ ഇഷ്ടപ്പെട്ട ഇവന്റ്? നാടൻ പാട്ടാണ് ഏറ്റവും ഇഷ്ടം. ആളെ തൃശ്ശൂരാണോ കണ്ണൂരാണോ ജയിക്കുന്നത്? എവിടെ? തൃശ്ശൂരാണോ കണ്ണൂരാണോ ജയിക്കുക? കണ്ണൂർ ജയിക്കാൻ സാധ്യതയുണ്ട്. ആണോ? കട്ടക്ക് ഇഞ്ചോടിഞ്ചാ. ആകെ 2 പോയിന്റ് വ്യത്യാസമുള്ളൂ. അതാണ് പറഞ്ഞത്. എവിടുന്നാ? കോൽക്കളി പാണക്കാട്. മലപ്പുറം. DVHS പാണക്കാട്, മലപ്പുറം. ഈ കോൽക്കളി കുറച്ച് അപകടം പിടിച്ച കളിയാണോ? അല്ലല്ലേ? അപകടം പിടിച്ചതാണ്. പക്ഷെ നല്ല കഠിനമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കലയാണ്.